പ്രിയപ്പെട്ടവർ, പത്മനാഭൻ്റെ ദേഹവിയോഗം ഉള്ളതിൽ അടുത്ത വർഷം തന്നെയാണ് പത്മരാജൻ ട്രസ്റ്റ് രൂപീകരിച്ചത്. അപ്പോൾ സാധാരണ ഇത്തരം സ്ഥാപനങ്ങളുണ്ടാകുമ്പോൾ അത് പറയാറുള്ളത് ഒരാളുടെ സ്മരണയെ നിലനിർത്താൻ വേണ്ടി തുടങ്ങുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ പത്മരാജൻ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പത്മരാജന്റെ സ്മരണ അങ്ങനെയൊന്നും നിലനിർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വയം നിലനിൽക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, വർഷം കഴിയുന്തോറും പത്മരാജൻ കൂടുതൽ പ്രസക്തി നേടിയെടുക്കുകയും കൂടുതൽ അത് പ്രശസ്തമാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമാണ് ഈ ട്രസ്റ്റിന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിൽ മുഖ്യമായും പത്മരാജൻ പുരസ്കാരം നൽകുകയാണ് ചെയ്തിരുന്നത്. അത് മലയാളത്തിലെ അവാർഡുകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഓരോ വർഷവും പത്മരാജൻ പുരസ്കാരം ലഭിക്കുന്ന സിനിമകൾ, സാഹിത്യകൃതികൾ ഒക്കെ വളരെയേറെ അംഗീകരിക്കപ്പെടുന്നു. എന്നാൽ അതിനുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ചുള്ള, കലാസൃഷ്ടികളെ കുറിച്ചുള്ള ഗൗരവകരമായ പഠനം നടക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്തരം സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അത് അങ്ങനത്തെ പഠനങ്ങൾ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ധാരാളമുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും അധികം ഗവേഷണം ചെയ്യപ്പെടുന്നത് പത്മരാജന്റെ രചനകളാണ്. ഇവിടെ രേഷ്മയുണ്ട്, അതുപോലെ പലരും ഓരോ വർഷവും പത്മരാജൻ കൃതികളിൽ റിസർച്ച് ചെയ്യുന്നതായിട്ട് കാണും. അങ്ങനെ വിവിധ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചിലർ പറയാറുണ്ട്, വേണ്ടത്ര നിരൂപണങ്ങൾ വന്നിട്ടില്ല, പഠനങ്ങൾ വന്നിട്ടില്ല എന്ന്. അപ്പൊ ആ രംഗത്ത് കൂടുതൽ മികച്ച പഠനങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് മികച്ച രീതിയിൽ ഈ ചിത്രങ്ങൾ, ഈ സാഹിത്യകൃതികൾ വിലയിരുത്തപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ട്രസ്റ്റ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇത് രണ്ടും വേറെ വേറെ, ഇപ്പൊ സാഹിത്യത്തിൻ്റെതായ സെമിനാറുകളുണ്ട്, സിനിമയുടേതായ സെമിനാറുകളുണ്ട്. അപ്പൊ പത്മരാജൻ കൃതികളെ കുറിച്ചുള്ള വിലയിരുത്തൽ പലപ്പോഴും വഴിതെറ്റി പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് വരുന്ന ഒരു തരം വിലയിരുത്തലാണ്. മറ്റൊന്ന്, ഈ പൊളിറ്റിക്കലി കറക്റ്റാണ് എന്ന് കരുതുന്ന ചിലർ, സ്വയം കറക്റ്റാണെന്ന് കരുതുന്ന ചിലർ ആ തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ രണ്ടു തരത്തിലും യാഥാർത്ഥ്യത്തിലേക്ക് പോകാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, കൂടുതൽ പത്മരാജൻ എന്ന കലാകാരൻ രൂപപ്പെട്ട അവസ്ഥകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവസ്ഥകളുമായിട്ട് ഈ കലാസൃഷ്ടികളെ യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇത്തരം സെമിനാറുകൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന് ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പല സൃഷ്ടികളും ആ കാലഘട്ടത്തിൽ, അത് പുറത്തിറങ്ങിയ കാലഘട്ടത്തിലല്ല, അതിനുശേഷം വലിയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന് തൂവാനത്തുമ്പികൾ. അത് പുറത്തിറങ്ങിയ സമയത്ത് വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയതല്ല. എന്ന് മാത്രമല്ല, അത് സാധാരണ പത്മരാജൻ ചിത്രങ്ങളിൽ നിന്നും നിലവാരം കുറഞ്ഞ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പലരും അവരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് തൂവാനത്തുമ്പികളെ കാണുന്നു. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ആവർത്തിച്ച് ആ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തവണത്തെ പത്മരാജൻ പുരസ്കാരം നമ്മൾ ആട്ടം എന്ന സിനിമയ്ക്കായിരുന്നു കൊടുത്തത്. അത് സ്വീകരിക്കാനായിട്ട് ആനന്ദകൃഷ്ണൻ വന്നപ്പോൾ ഈ തൂവാനത്തുമ്പികളെ കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണത് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളത്. അപ്പം ആ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടാത്തത് പിന്നെ വന്ന കാലഘട്ടത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണമാണ് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ. അതും
റിലീസ് ചെയ്ത സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ, അംഗീകാരങ്ങൾ നേടാതെ പോയ ഒരു ചിത്രമാണ്. അപ്പൊ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഈ ഇന്ത്യൻ മനോരമയുടെ ആ വർഷത്തെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിന് വേണ്ടി ഞാൻ വാദിച്ചപ്പോ ബാക്കി എല്ലാവരും തന്നെ അതിനെതിരായിട്ടുണ്ടെന്ന്. പക്ഷെ പത്മരാജന്റെ വേറൊരു പടം ഉണ്ടല്ലോ, അത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് അന്ന് തന്നെ കൂടുതൽ ശ്ലാഘിക്കപ്പെട്ട ആ ചിത്രത്തിനാണ് സെലക്ഷൻ കൊടുത്തത്. പക്ഷേ എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്, കാലത്തിനും മുമ്പേ പോകുന്ന ആ അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ വന്നിരുന്നെങ്കിൽ, അത് മനോരമയിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായി. ഇന്നിപ്പോ നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഈ വർത്തമാനകാലത്തിന്റെ ഒരു ശരിയായ ചിത്രം അന്ന് തന്നെ പത്മരാജൻ ആ ചിത്രത്തിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പത്മരാജന്റെ ചിത്രങ്ങളും സാഹിത്യകൃതികളും കാലത്തിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം, കാലത്തേക്കാൾ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ചിലര് പറയും, ഈ സിനിമയിലുള്ള ചിലർ പറയും അദ്ദേഹം വലിയ സാഹിത്യകാരനാണ് എന്ന് പറയും. സാഹിത്യത്തിലുള്ള ചിലർ പറയും അദ്ദേഹം വലിയ ചലച്ചിത്രകാരനാണ്, സാഹിത്യത്തിൽ അത്ര വലിയ കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറയും. സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിലും ഒരേപോലെ തന്നെ അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളത് തിരിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ ഈ സെമിനാർ അതിന്റെ സമയം എനിക്കധികം ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ നമുക്ക് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന 4 പ്രബന്ധങ്ങൾ പത്മരാജന്റെ ചലച്ചിത്രങ്ങളെ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ നോക്കുന്നത്. അതിലെ ധാരാളം പഠിക്കപ്പെടേണ്ട അംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു സംരംഭത്തിന് ഇവിടെ അരങ്ങൊരുക്കിയത് ഈ കോളേജിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ കോളേജിനും ജേർണലിസം ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് രാധാലക്ഷ്മി ചേച്ചിയുടെ സാന്നിധ്യമാണ്. അങ്ങനെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ട്രസ്റ്റിൻ്റെ ആ തീരുമാനത്തിന് ലഭിച്ച ഒരു പിന്തുണയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാവരും ഈ സെമിനാറിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുമെന്നും പ്രയോജനപ്പെടുത്തുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.